അപ്പോൾ ഞാൻ ഈ 2 ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായിട്ടൊരു 3/4 ഭാഗത്തോളം വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. അതാണ് ഇതുപോലെ വരുന്നത്. അപ്പോൾ തൊലിയോട് കൂടി തന്നെ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുത്തതാണ് മുഴുവനെ വെച്ച്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ കുറച്ചുകൂടി കൊള്ളായിരിക്കും, അതാണ് പറഞ്ഞത്. അപ്പോൾ ചെറുതായാലും കുഴപ്പമില്ല, ചെറിയ രീതിയിൽ ബജി തയ്യാറാക്കാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ട വെന്തതാണ്, അതായത് നല്ല വെന്തിട്ടില്ല കേട്ടോ, ഒരു 3/4 ഭാഗത്തോളമേ വെന്തുള്ളൂ, കുറച്ചുകൂടി വേകാനുണ്ട്. അപ്പോൾ ഇതുപോലെ തൊലിയോടെ വെച്ചിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അത് മാറ്റിയെടുത്ത് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണം ബജി തയ്യാറാക്കാൻ. ഒരു ബൗളിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് മൈദയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലമാവുണ്ടെങ്കിൽ 1/4 കപ്പ് കടലമാവും 1/4 കപ്പ് മൈദയായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ കടലമാവില്ലാത്തത് കൊണ്ട് ഞാൻ മൈദ ചേർത്തു. ചെറിയ ടീസ്പൂണിലാണ് കേട്ടോ, ഒരു ചെറിയ ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്തു, കുറച്ച് ഗരം മസാല, ഒരു 2-3 പിഞ്ച് ഗരം മസാല ചേർത്തു, പിന്നെ കുറച്ച് അതുപോലെ ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്തു.